+2 ഇംഗ്ലീഷിലുള്ള ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ 3 L's ഓഫ് എംപവർമെന്റ്. ഒരു 10 മിനിറ്റിൽ താഴെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീച്ച് അല്ലെങ്കിൽ പ്രസംഗം നമ്മൾ ഇപ്പോഴേ അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ട് പോവാ. ഒരു 10 മിനിറ്റിൽ താഴെ മാത്രം സമയം എടുക്കുള്ളൂ. നമ്മുടെ എഴുത്തുകാരിയുടെ പേര് ക്രിസ്റ്റീൻ ലഗാർഡ് എന്നുള്ളതാണ്. ക്രിസ്റ്റീൻ ലഗാർഡൊക്കെ നമ്മൾ റൈറ്റർ എന്നോ ഓതർ എന്നോ പറയുന്നതിന്റെ പകരമല്ലേ ഒറേറ്റർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ പ്രാസംഗികൻ, പ്രാസംഗിക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മളിവിടെ ഒറേറ്റർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞല്ലോ, ഒരു സ്പീച്ച് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എന്തിനെ കുറിച്ചുള്ള സ്പീച്ച് ആണെന്ന് ചോദിച്ചാൽ വുമൺ എംപവർമെന്റിനെ കുറിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചുള്ള ഒരു സ്പീച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് കേട്ടോ. ഇനി എന്താണ് സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ്? നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് മീൻസ് ഗിവിംഗ് ഗേൾസ് ആൻഡ് വുമൻ ദ ഫ്രീഡം, സപ്പോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ദെയർ ഓൺ ചോയ്സസ്, ചേസ് their dreams and live with confidence, respect and equality just like anyone else. സമൂഹത്തിലുള്ള ഏതൊരു മനുഷ്യനെ പോലെ തന്നെയും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ അല്ലേ അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും കോൺഫിഡൻസോടുകൂടിയും റെസ്പെക്റ്റോടുകൂടിയും ഈക്വാലിറ്റിയോടുകൂടിയും ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഫ്രീഡവും സപ്പോർട്ടും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ്, അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കലാണ് വിമൺ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്റ്റീൻ ലഗാർഡയാണ് നമ്മുടെ ഒറേറ്ററുടെ പേര്. അവരൊരു ഫ്രഞ്ച് പൊളിറ്റീഷ്യൻ ആണ്, ലോയർ ആണ്. ഫ്രഞ്ച് പൊളിറ്റീഷ്യൻ ആണെന്നെങ്കിലും ഓർത്തിരുന്നാൽ നന്നായിരിക്കും. ഇനി സ്പീച്ച് എന്തിനെ കുറിച്ചിട്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിമൺ എംപവർമെന്റിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, വിമൺ മേക്ക് അപ്പ് 50% ഓഫ് ദ ഗ്ലോബൽ പോപ്പുലേഷൻ ബട്ട് കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ടു ദി എക്കോണമി. അതായത് നമുക്ക് ലോകത്തിലുള്ള ആകമാനം പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും അതിന്റെ ഒരു 50% സ്ത്രീകളായിരിക്കുമല്ലോ. പക്ഷെ അതിൽ എത്ര പേര് നമ്മുടെ എക്കോണമിയിലേക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഫൈനാൻഷ്യലി? ആ 50%ന്റെ പകുതിയുടെ പകുതി പോലും ഉണ്ടായിരിക്കില്ല എന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് തുടക്കത്തിലേ പറയുന്നത്. സോ മെനി വുമൻ ആർ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് വിച്ച് സ്ലോസ് നാഷണൽ ഗ്രോത്ത്. അത് അവർക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ പലപ്പോഴും സ്ത്രീകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഇതെന്തിനു ബാധിക്കും? ഒരു രാജ്യത്തിന്റെ വളർച്ചയെ, സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലും ഒരു രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കും എന്നുള്ളതാണ് ക്രിസ്റ്റീൻ ലഗാർഡ് ആദ്യമേ പറയുന്നത്. ഇനി ഇതിന്റെ പരിഹാരമായിട്ടാണ് 3 എല്ലുകൾ പറയുന്നത്. അതാണ് 3 L's ഓഫ് എംപവർമെന്റ്. അതിലുള്ള ഒന്നാമത്തെ എല്ലാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ആണ് എംപവർമെന്റിന്റെ കീ എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ത്രീകൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു ആഫ്രിക്കൻ അഡേജ് യൂസ് ചെയ്യുന്നുണ്ട്. ആഫ്രിക്കൻ അഡേജ് എന്ന് വെച്ചാൽ ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ. ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ആഫ്രിക്കൻ അഡേജ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെയാണ്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ മാൻ യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. നിങ്ങളൊരു ആൺകുട്ടിയാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഒരു ആണാക്കി മാറ്റണം, അവനെ ഒരു പുരുഷനാക്കിയിട്ട് മാറ്റല്ലേ. പക്ഷെ നിങ്ങളൊരു പെൺകുട്ടിയാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എൻറ്റയർ വില്ലേജിനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു തേർഡ് വേൾഡ് കൺട്രി ആയിട്ടുള്ള ആഫ്രിക്കയിലുള്ള ഒരു കൺട്രി നിങ്ങൾ വിചാരിക്കുക, കെനിയ പോലെയുള്ള അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക പോലെയുള്ള ഒരു തേർഡ് വേൾഡ് കൺട്രി നിങ്ങൾ വിചാരിക്കുക. അവിടുത്തെ പ്രൈമറി കെയർ ടേക്കർ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. അവിടുത്തെ ഒരു പ്രൈമറി കെയർ ടേക്കർ എന്ന് പറയുന്നത് ഒരു വുമനാണ്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ നിങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ആ ഫാമിലിയെ സ്ട്രെങ്തൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. അങ്ങനെ പല ഫാമിലികൾ കൂടി ചേർന്നിട്ടാണ് ഒരു സൊസൈറ്റി ഉണ്ടാകുന്നത്, ഒരു വില്ലേജ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ മാത്രമല്ല, നമ്മൾ ആ ഒരു എൻറ്റയർ വില്ലേജിനെയാണ് ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലേബർ ആണ്. ആ 3 L's ഓഫ് എംപവർമെന്റിലുള്ള രണ്ടാമത്തെ എല്ല് ലേബർ ആണ്. വർക്ക് ഹെൽപ്സ് വുമൻ ഫ്ലറിഷ് ആൻഡ് റീച്ച് ദെയർ പൊട്ടൻഷ്യൽ. സ്ത്രീകളുടെ യഥാർത്ഥ സാധ്യതയിലേക്ക് അവർ എത്തിക്കുന്നത് ഈ ലേബറാണ് അല്ലെങ്കിൽ ജോലികളാണ്. വെറുതെ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അവർ ജോലിയിലേക്കും കൂടി എത്തുമ്പോഴേ അവർ ഫ്ലറിഷ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ലോ പേയിങ്, ലോ സ്റ്റാറ്റസ്, ഇൻസെക്യൂർ ജോബ്. ഈ 3 പ്രശ്നങ്ങളാണ് ജോലി സ്ഥലത്ത് മെയിനായിട്ട് അവർ ഫേസ് ചെയ്യുന്നത്. അവർക്ക് ജോലി കിട്ടുന്ന സമയത്ത് പലപ്പോഴും പേ കുറഞ്ഞിട്ടുള്ള, പൈസ കുറഞ്ഞിട്ടുള്ള ജോലികളായിരിക്കും. ചിലപ്പോൾ സ്റ്റാറ്റസ് കുറവുള്ളതായിരിക്കും, ചിലപ്പോൾ ഇൻസെക്യൂർ ആയിരിക്കും. ആ ജോലി എപ്പോൾ വേണമെങ്കിലും പോകാം, അല്ലെങ്കിൽ അതിനൊരു സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് ജോലിയായിരിക്കും. നമ്മൾ ജോലി സ്ഥലത്ത് ഇതുപോലെയുള്ള ജെൻഡർ ഗ്യാപ്പുകൾ അല്ലെങ്കിൽ ഒരു ആൺ പെൺ വേർതിരിവിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഒരു രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് കൂട്ടിയെടുക്കാം, ബൂസ്റ്റ് ചെയ്തെടുക്കാം എന്ന് പറയുന്നത്. എന്താണ് ഈ പെർ ക്യാപിറ്റൽ ഇൻകം? ഒരു രാജ്യത്തിൽ ഒരു സിറ്റിസൺ ഒരു ദിവസം ശരാശരി എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്കാണ് പെർ ക്യാപിറ്റൽ ഇൻകം. അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാം, ഇൻക്രീസ് ചെയ്തെടുക്കാം, എൻഹാൻസ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് അവിടെ പറയാം.
ഇവിടെ ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്ന മറ്റൊരു കാര്യമാണ് വി നീഡ് ടു റിഫോം ലോസ്. നമുക്ക് നിയമങ്ങളിൽ കുറച്ച് ഭേദഗതികൾ വരുത്താനുണ്ട്. എന്തൊക്കെ നിയമങ്ങളാ? പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോ. നമ്മൾ സ്ത്രീകൾക്ക് സ്വത്തുകൾ കൈവശം വെക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ അവകാശമായിട്ട് കിട്ടുന്ന സമയത്തൊക്കെ അവിടെ ഒരുപാട് അൺഫെയർ റൂൾസ് ഉണ്ട്, അൺഫെയർ നിയമങ്ങളുണ്ട്. അതൊക്കെ മാറണം, അതൊക്കെ റിഫോം ചെയ്യപ്പെടണം എന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വി നീഡ് ടു പ്രൊമോട്ട് വിമൻസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ത്രൂ ബെറ്റർ പോളിസീസ്. ഗവൺമെന്റിനോടാ പറയുന്നത് നമുക്ക് ഒരുപാട് പോളിസികൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്ത്രീകളുടെ ഹെൽത്തും എഡ്യൂക്കേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നും ഇവിടെ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ എല്ലായിട്ട് പറയുന്നതാണ് ലീഡർഷിപ്പ്. പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടിയതുകൊണ്ടോ മാത്രം കാര്യമില്ല, സ്ത്രീകൾ നേതൃത്വ നിരകളിലേക്ക് വരണം എന്നിവിടെ പറയുന്നുണ്ട്. ലീഡർഷിപ്പ് ബ്രിങ്സ് ഔട്ട് ട്രൂ ടാലൻസ് ഓഫ് എ വിമൻ. സ്ത്രീകളുടെ യഥാർത്ഥ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ലേ, അത് ലീഡർഷിപ്പ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് പലപ്പോഴും ഇല്ലേ ഡിസിഷൻ മേക്കിംഗ് റോൾസിൽ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, ഒരു എഡ്ജ് ഓവർ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതൊരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓർഗനൈസേഷനോ ഒരു 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 സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഉപകാരം ചെയ്യും എന്നും ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ മെനി വുമൻ ലാക്ക് കോൺഫിഡൻസ് ഡിസ്പൈറ്റ് കോമ്പിറ്റൻസ്. കോമ്പിറ്റൻസ് എന്ന് വെച്ചാൽ കഴിവിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവർക്ക് കഴിവുണ്ടായിട്ട് പോലും ഡിസ്പൈറ്റ് കോമ്പിറ്റൻസ് പലപ്പോഴും അവർക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അവരെ പുറകിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. സോ 3 എല്ലുകൾ പറഞ്ഞു. ആദ്യം എന്താ പ്രശ്നം എന്നുള്ളത് പറഞ്ഞു. 50% ഓഫ് പോപ്പുലേഷനിൽ ഫാർ ലെസ് ദാൻ 50% ആണ് ഗ്ലോബൽ പോപ്പുലേഷന്റെ ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ നടത്തുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇതൊരു രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കും. ഇനി പ്രശ്ന പരിഹാരമായിട്ട് 3 എല്ലുകൾ പറഞ്ഞു. ഒന്നാമത്തെ ലേണിംഗ് ആണ്, രണ്ടാമത്തെ ലേബർ ആണ്, മൂന്നാമത്തെ ലീഡർഷിപ്പ് ആണ്. ഇനി അടുത്തതായിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഉപദേശങ്ങളാണ് പറയുന്നത്. വി നീഡ് ടു ചേഞ്ച് സൊസൈറ്റൽ മൈൻഡ് സെറ്റ്. സമൂഹത്തിന്റെ ഇത്തരം ചിന്താഗതികൾ ഇവിടെ ആദ്യം മാറണം എന്നിവിടെ പറയുന്നുണ്ട്. വുമൻ മസ്റ്റ് ബ്രേക്ക് കംഫർട്ട് സോൺസ് ആൻഡ് ഫേസ് ചാലഞ്ചസ്. പലപ്പോഴും സ്ത്രീകൾ ബ്ലോക്ക് ആയി പോകുന്നതിലെ ആദ്യം കുറച്ച് വിപ്ലവകാരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സെറ്റിൽഡ് ആയി പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങി പോകുന്നതുകൊണ്ടാണ്. അപ്പൊ സ്ത്രീകളോടാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണുകൾ പൊളിച്ചിട്ട് ചാലഞ്ചുകളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു ചാലഞ്ചുകൾ നിങ്ങൾ നേരിടണം എന്നാണ് ഇവിടെ പറയുന്നത്. ക്രിസ്റ്റീൻ ലഗാർഡ് urges women to dare the difference and build a bias free world. നമുക്ക് എല്ലാവർക്കും അല്ലേ പലതരത്തിലുള്ള മുൻതൂക്കങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പലതിനോട് നമുക്കൊരു ചായ്വ് ഉണ്ടാവും സൊസൈറ്റിക്ക്. ഇതൊക്കെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും. സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്നതരം ജോലികൾക്കേ പോകാൻ പാടുള്ളൂ. അങ്ങനെ കുറെ ബയസുകൾ ഉണ്ടാവും, മുൻധാരണകൾ ഉണ്ടാവും. അത്തരം മുൻധാരണകളെ പൊളിച്ചടുക്കിക്കൊണ്ട് സ്ത്രീകൾ ഇത്തരമൊരു വ്യത്യാസത്തിനെ ഡെയർ ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ധൈര്യപൂർവ്വം മുന്നിലേക്ക് കടന്നു വരണം എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം പ്രശ്നം എന്താന്ന് പറയുന്നുണ്ട്, പിന്നെ പ്രശ്ന പരിഹാരമായിട്ട് 3 എല്ലുകൾ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് പറയുന്നുണ്ട്. അതിനുശേഷം ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഉപദേശം സൊസൈറ്റിക്കും സ്ത്രീകളോടും പറയുന്നുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഇവിടെ കൊണ്ട് തീർന്നില്ല. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് വരും. ഇതുപോലെ തന്നെ 10 മിനിറ്റിന്റെ ഒരു ചെറിയ സമ്മറി നമുക്ക് എക്സാമിന് മുന്നേ നമുക്ക് എളുപ്പത്തിൽ ഒന്നിലധികം പ്രാവശ്യം റിവൈസ് ചെയ്യാൻ ഈ ഒരു 10 മിനിറ്റ് സമ്മറി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.